ചാപ്റ്റർ 3 ചന്ദനഗന്ധിയായ മരണം. സ്കൈ ഗാർഡൻസ് അപ്പാർട്ട്മെൻറ്റിലെ ആ ഇടനാഴിയിൽ മരണം ഗന്ധമായി പടർന്നിരുന്നു. ചന്ദനത്തിരിയുടെ ആ കനത്ത ഗന്ധം സിരകളിൽ തളർച്ച പടർത്തുമ്പോൾ ഞാൻ കാണുന്നത് മീരയും സുൽഫിക്കറും തറയിൽ വീണ് കിടക്കുന്നതാണ്. സമയം അതിപ്പോൾ ഞങ്ങളുടെ ശത്രുവാണ്. സ്കൈ ഗാർഡൻസ് അപ്പാർട്ട്മെൻറ്റിലെ ആ പുകമറക്കുള്ളിൽ നിന്ന് അഞ്ജലിയെ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ സൈബർ സെൽ ഇപ്പോൾ ഒരു യുദ്ധക്കളമാണ്. പക്ഷേ ആയുധങ്ങൾക്ക് പകരം കീബോർഡുകളുടെ ശബ്ദം മാത്രമാണുള്ളത്. സർ, ഒന്നെങ്കിൽ അവനൊരു ജീനിയസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളാണ്. സുൽഫിക്കർ തൻ്റെ ലാപ്ടോപ്പ് ദേഷ്യത്തോടെ അടച്ചു. അവനാകെ വിയർത്തിരുന്നു. ഞാൻ അവൻ്റെ അരികിലേക്ക് നടന്നു. എന്താ കാര്യം? അവൻ സിസ്റ്റത്തിൽ കയറിയത് ഒരു ഗോസ് പ്രോട്ടോകോൾ വഴിയാണ് സർ. IP അഡ്രസ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോൾ അത് കൊച്ചി കായലിൻ്റെ നടുവിലാണെന്ന് കാണിക്കുന്നു. പക്ഷേ അവിടെ ഒരു ചെറുവള്ളം പോലും ഇല്ലെന്ന് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീര അപ്പോഴും അഞ്ജലിയുടെ ID കാർഡിൽ നോക്കി തരിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. വിക്രം, അവൻ എന്തിനായിരിക്കും അവളെ കൊണ്ടുപോയത്? വിനയ് ചന്ദ്രനെ കൊന്നതുപോലെ. അവൾക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. ഇല്ല മീരെ, അവൻ അവളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ആകാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അതിനർത്ഥം അവനൊരു മെസ്സേജ് നൽകുകയാണ്. നമ്മളെ ഓരോരുത്തരെയായി മാനസികമായി തകർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് സുൽഫിക്കറിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റൽ ബീപ്പ് ശബ്ദമുയർന്നു. സ്ക്രീനിൽ ഒരു വീഡിയോ ഫയൽ തെളിഞ്ഞു. ഫോർ വിക്രം എന്നായിരുന്നു അതിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും ആ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി. സുൽഫിക്കർ അത് പ്ലേ ചെയ്തു. ഇരുണ്ട ഒരു മുറി, പശ്ചാത്തലത്തിൽ വെള്ളമിറ്റി വീഴുന്ന ശബ്ദം. മധ്യത്തിലായ ഒരു കസേരയിൽ അഞ്ജലി കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. അവളുടെ വായ തുണി കൊണ്ട് മൂടിക്കെട്ടിയിട്ടുണ്ട്. അവളുടെ കണ്ണുകളിൽ മരണഭയമല്ല, മറിച്ച് ഞങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമറ പതുക്കെ അഞ്ജലിയുടെ അരികിൽ നിൽക്കുന്ന ഒരു മരപ്പാവയിലേക്ക് നീങ്ങി. വിനയ് ചന്ദ്രൻ്റെ കൊലപാതക സ്ഥലത്ത് കണ്ട അതേ ചിരിയുള്ള പാവ. പാവയുടെ മടിയിൽ ഒരു ഡിജിറ്റൽ ടൈമർ വെച്ചിട്ടുണ്ട്. 59 മിനിറ്റ് 59 സെക്കൻഡ്. സമയസൂചി പുറകോട്ട് ഓടുകയാണ്. വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ആ വികൃതമായ ശബ്ദം മുഴങ്ങി. വിക്രമാദിത്യ, ലോജിക് കൊണ്ടും തെളിവുകൾ കൊണ്ടും നീ ലോകത്തെ ജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് നിന്റെ ലോജിക് പരാജയപ്പെടുന്ന ഇടമാണ്. നിന്റെ മുന്നിൽ 1 മണിക്കൂർ സമയമുണ്ട്. അഞ്ജലിയുടെ ഹൃദയമിടിപ്പ് ഈ ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സമയം അവസാനിക്കുമ്പോൾ ഈ മരപ്പാവ അവളുടെ മൃതദേഹത്തിന് കാവൽ നിൽക്കും. എവിടെയാണത്? എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ അലറി. സർ, ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, മീര ചൂണ്ടിക്കാണിച്ചു. അഞ്ജലിയുടെ പുറകിലെ ചുവരിൽ ഒരു പഴയ കലണ്ടർ തൂങ്ങിക്കിടക്കുന്നുണ്ട്. 1994 ഒരു കലണ്ടർ. അതിലൊരു ചിത്രം മാത്രം വ്യക്തമായിരുന്നു, ഒരു ചന്ദനമരം. എൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. 1994 ചന്ദനമരം. സുൽഫിക്കർ, കൊച്ചിയിലെ പഴയ ചന്ദന ഡിപ്പോകളുടെ ലിസ്റ്റ് എടുക്കൂ, പ്രത്യേകിച്ച് പൂട്ടിക്കിടക്കുന്നവ. സുൽഫിക്കർ മിന്നൽ വേഗത്തിൽ വിരലുകൾ ചലിപ്പിച്ചു. സർ, മട്ടാഞ്ചേരിയിൽ ഒരു പഴയ ഗോഡൗൺ ഉണ്ട്, മലബാർ സാൻഡൽസ്. 1994 ഒരു തീപിടുത്തത്തിന് ശേഷം അത് പൂട്ടിപ്പോയതാണ്. നമുക്കങ്ങോട്ട് പോകണം, ഇപ്പോൾ തന്നെ. ഞങ്ങൾ ഓടി താഴെ പാർക്കിങ്ങിലെത്തിയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് കൂടി വന്നു, ഒരു ഫോട്ടോ. അത് വിക്രമാദിത്യൻ എന്ന എൻ്റെ പേര് കൊത്തിയ മറ്റൊരു മരപ്പാവയുടെ ചിത്രമായിരുന്നു. ആ പാവയുടെ തല വേർപെടുത്തപ്പെട്ട നിലയിലായിരുന്നു. കൊലയാളി ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതൊരു ക്യുനിയാണെന്ന് എനിക്കറിയാം, പക്ഷേ അഞ്ജലിയുടെ ശ്വാസം ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോജിക്കിനേക്കാൾ വേഗത്തിൽ എനിക്ക് ചലിക്കേണ്ടി വരും. വാഹനത്തിൻ്റെ എഞ്ചിൻ ഇരമ്പി. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മട്ടാഞ്ചേരിയിലെ ആ പഴയ ഗോഡൗണിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ജലിയുടെ ജീവനാണോ അതോ മറ്റൊരു മരപ്പാവയാണോ? അഞ്ജലി രക്ഷപ്പെടുമോ അതോ വിക്രമാദിത്യൻ ഒരു വലിയ കെണിയിൽ വീഴുമോ? അറിയാൻ കാത്തിരിക്കൂ. അടുത്ത അധ്യായം, മരണക്കെണി.